ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഓർത്ത് ഇന്നിപ്പോൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ വ്ളോഗൊക്കെ എടുക്കാമെന്ന്. ഇപ്പോൾ ഇവിടെ വിൻ്ററും തുടങ്ങിയത് കാരണം അങ്ങനെ പുറത്ത് പോകൊന്നും അധികമില്ല, ഫുൾ ടൈം വീട്ടിലൊക്കെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു പാർക്കിൽ ഇതിനു മുമ്പ് വന്നിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ വിൻ്ററിലാണ് ഞാനിവിടെ വന്നത്. കഴിഞ്ഞ വിൻ്ററിൽ വന്ന് ഇതുപോലെ നിങ്ങളെ വീഡിയോ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വരാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല, ഇവിടെ കണ്ടോ കുറേ കുഞ്ഞു പട്ടികളൊക്കെ. ഇവിടെ ഡോഗ് പാർക്ക് ഉണ്ട് ഒരു സൈഡിൽ. അപ്പം അവരിങ്ങനെ കുറേ പട്ടികളെ കൊണ്ടുവരും, ഭയങ്കര വലിയ പട്ടികളൊക്കെ ആയിരിക്കും. എനിക്കതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു പാർക്കിലേക്ക് വരാത്തത്. അപ്പം ഇന്ദുവും ഇന്ന് വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ഇന്ദുവായിട്ട് ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാഷണൽ യൂത്ത് ഡേ ആയത് കാരണം ഇവിടെ ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. നമ്മളങ്ങനെ പുറത്തൊന്നും പോകേണ്ട, വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഇന്ദു വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്ദു ഇവിടെ വന്നപ്പോൾ മുതൽ വീടിനടുത്തുള്ള ഈ ഒരു പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ ആളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് കൈയോടെ അങ്ങോട്ട് തന്നെ പോയേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം പെട്ടെന്ന് തന്നെ വീടിനടുത്തുള്ള എമറൻഷ്യ എന്ന് പറയുന്ന ഈ ഒരു പാർക്കിലേക്ക് വന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് എമറൻഷ്യ എന്നുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു പാർക്കിൽ കുറേ ആളുകൾ സ്ഥിരം വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വരാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഡോഗ് പാർക്ക് ഉണ്ട്. എനിക്ക് നായ്ക്കളെ ഭയങ്കര പേടിയാണ്. അപ്പം ഇവിടെ കുറേ ഡക്സ് ഉണ്ട്, പിന്നെ ആൾക്കാർ ആ ഒരു ഡാമിൽ കയാക്കിങ് ചെയ്യുന്നുണ്ട്. കാണാനായിട്ട് നല്ല രസമാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ ആ ഒരു ചെറിയ തണുത്ത കാറ്റിലൊക്കെ നടക്കാനായിട്ട് നല്ല സുഖമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോപ്പിയുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് അപ്പയുടെ തോളത്തിൽ നിന്ന് യാത്ര ചെയ്യണമെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ പോലും ആൾ വേണ്ട, എനിക്ക് തനിയെ നടക്കണം, ഓടണമെന്ന് പറയുന്ന ആളാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നേരെ തോളത്തോട്ട് കയറുന്നത്. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ജോനാസ്ബർഗ് ബൊട്ടാണിക്കൽ ഗാർഡനും വരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പേര് മാത്രമേ ഉള്ളൂ, അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ കാണാനായിട്ടും നടക്കാനായിട്ടൊക്കെ നല്ല രസമാണ്. കുറേ സമയം അവിടെ നിന്നു. ഞങ്ങൾ പിന്നെ 1-2 റീൽസും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചപ്പം തിരിച്ച് നടന്നു വന്ന വഴിക്കാണ് ഈ കിഡ്സിൻ്റെ ഈ ഒരു പ്ലേ ഏരിയ കണ്ടത്. അപ്പോൾ പിന്നെ പോപ്പിക്ക് നിർബന്ധമായിട്ടും അവിടെ കയറണം. അവിടെ അങ്ങനെ കയറി കുറച്ച് സമയം അവന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്ത്, എന്തായാലും നമ്മുടെ ആവശ്യത്തിനൊന്ന് നമ്മുടെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ പിന്നെ അവനും വന്നപ്പം അവൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ പ്ലേ ഏരിയയിൽ നിന്നു. ആ ചാടുന്നവരൊക്കെ മാറിയതിന് ശേഷം ഞാൻ ചാടുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് പോപ്പി കുറേ സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ അവർ മാറിയതിന് ശേഷമാണ് അവൻ ആ തനിയെ കയറി കളിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ അവനെയും ഞങ്ങൾ പെറുക്കിയെടുത്ത് നേരെ പിന്നെ മോണ്ടി കാസിനോ എന്ന് പറയുന്ന ഇവിടെ ഒരു കാസിനോയിൽ വന്നു. ഈ ഒരു കാസിനോയിലാണെങ്കിലും ഞാൻ പോയിട്ട് ഇപ്പം ഏകദേശം 1 വർഷമായി. വന്ന സമയത്ത് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. കാസിനോയിലല്ല നമ്മൾ പോവാറ്, നമ്മൾ അതിനടുത്തുള്ള പ്ലേ ഏരിയയിലും റെസ്റ്റോറൻറ്റ്സിലും പിന്നെ ബൗളിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. അവിടെ ചെന്നപ്പോഴത്തേക്കും പോപ്പിക്ക് പോപ്കോൺ വേണം എന്ന് പറഞ്ഞിട്ട് ഇന്ദു അവനൊരു ബക്കറ്റ് പോപ്കോണൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ആ ഒരു പ്ലേ ഏരിയയിൽ നിന്ന് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും വന്നതല്ലേ, കുറച്ച് സമയം കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് സമയമൊക്കെ കളിച്ചു. നേരത്തെ വന്നപ്പോൾ ഒക്കെ പോപ്പി തീരെ കുട്ടിയായത് കാരണം അവന് കളിക്കണ്ടായിരുന്നു, അവനേക്കാൾ ആവേശം നമുക്കായിരുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞ് നമ്മളെക്കാൾ ആവേശത്തിൽ അവനാണ് ഓരോന്ന് കളിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ്റെ കൂടെ നമ്മൾ ഇരുന്ന് കുറച്ച് സമയം അവിടെയെല്ലാം കളിച്ചു. അവനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് കളിച്ച് കിട്ടുന്ന പോയിൻറ്റ്സും കൊണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ടോയ്സോ അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ പോപ്പിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെയും. അപ്പോൾ ഇത്തവണയും അങ്ങനെ അവന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.